ഭ്രാന്തില്ലാതെ ചങ്ങലയിൽപ്പെട്ടവർ. മനുഷ്യൻ ഏറ്റവും ഭയക്കുന്നത് കിടപ്പിലായി പോകുന്നതിനെയാണ്. നട്ടെല്ല് നമ്മുടെ ശരീരത്തിൽ നിർവഹിക്കുന്ന മഹാധർമ്മം തിരിച്ചറിയണമെങ്കിൽ നല്ല പ്രായത്തിൽ വീണുപോയ ഞങ്ങളെപ്പോലുള്ളവരെ കണ്ടാൽ മതി. ഊഹിക്കാനാവാത്ത പ്രതിസന്ധികളിലേക്കാണത് നിങ്ങളെ എടുത്തെറിയുക. നിങ്ങളുടെ വലിയ ലോകം വിശ്വസിക്കാനാവാത്ത വിധം അകലങ്ങളിലേക്ക് വഴിമാറും. തൊട്ടപ്പുറത്തിരിക്കുന്ന ചായക്കപ്പിലേക്കോ പുസ്തകത്തിലേക്കോ വർഷങ്ങളുടെ വഴിദൂരമുണ്ടാകുമെന്നത് ചിന്തിക്കുമ്പോഴേ നടുക്കമുണ്ടാകുന്നു. കിടപ്പിലായി പോകുന്നവർ നേരിടുന്ന പ്രതിസന്ധികൾ ഏതൊരു മനുഷ്യനും വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് വർഷം തോറും 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ആളുകൾ നട്ടെല്ലിന് ക്ഷതം വന്ന് ജീവിതത്തിൻ്റെ സജീവതയിൽ നിന്ന് ഒറ്റമുറികളിലേക്ക് വഴിമാറ്റപ്പെടുന്നുണ്ട്. ബോധത്തിലും വ്യക്തിത്വത്തിലും ഒരു സാധാരണ മനുഷ്യനായിരുന്നവൻ അംഗപരിമിതി എന്ന കൂട്ടിനുള്ളിൽ അടയ്ക്കപ്പെടുന്നു. അതോടെ ഭ്രാന്തില്ലാത്ത ഒരാളെ ചങ്ങലക്കിടുന്ന പോലെ നീറി ജീവിക്കേണ്ടി വരുന്നു. നമുക്ക് ചുറ്റും കാണും അത്തരത്തിൽ ദൈവത്തിൻ്റെ പരീക്ഷണത്തിന് വിധേയരായവർ. ഓരോ രോഗിയും അയാൾക്ക് മാത്രമല്ല ചുറ്റിലുമുള്ളവർക്ക് കൂടി പരീക്ഷണമാവും. മുറിഞ്ഞുപോയ സുഷുമ്നാനാഡി കൂട്ടിയോജിപ്പിച്ച് സ്പൈനൽ കോഡ് ഇഞ്ചുറി രോഗികളെ പൂർവ്വസ്ഥിതിയിലെത്തിക്കാൻ ഇതുവരെ വൈദ്യശാസ്ത്രത്തിനായിട്ടില്ല. അതിനുള്ള കഴിവ് വൈദ്യശാസ്ത്രം എത്രയും വേഗം നേടിയെടുക്കട്ടെ. കിടന്നുപോയവരെ ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കരുതേ. നിർലോഭം സ്നേഹമുള്ള മനുഷ്യരും സമൂഹത്തിൻ്റെ പിന്തുണയുമാണ് ജീവിക്കാനുള്ള അവരുടെ പ്രതീക്ഷകൾ. അബ്ദുള്ള കാട്ടുകണ്ടി. ഈ കുറിപ്പിനെക്കുറിച്ച് വെല്ലൂർ CMCയിലെ ഡോക്ടർ ജോർജ് താരിയോൺ ഇങ്ങനെ അഭിപ്രായം രേഖപ്പെടുത്തി. ഭ്രാന്തില്ലാതെ ചങ്ങലിലകപ്പെട്ടവർ സ്പൈനൽ ഇഞ്ചുറിയെ തുടർന്നുള്ള അധികമാരും പറയാത്ത ജീവിതത്തിൻ്റെ ശാരീരികവും വൈകാരികവും സാമൂഹികവുമായ വശങ്ങളിലേക്ക് വെളിച്ചം പകരുന്നു. താങ്കളുടെ തളരാത്ത മനസ്സും സംവേദനക്ഷമവും ഉൾക്കാഴ്ച നിറഞ്ഞതുമായ താങ്കളിലെ എഴുത്തുകാരനുമാണ് ആലോചനാമൃതമായ ഈ കുറിപ്പ് സാധ്യമാക്കിയത്.